എല്ലാവരെയും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്ക് ഇതാ പത്രം വന്ന് കിടപ്പുണ്ട്. പത്രം എടുത്തിട്ട് ഇതാ ഒന്ന് ഫ്രണ്ട് പേജ് ഇങ്ങനെ നോക്കിയേ ഉള്ളൂ. എങ്ങാനും മറിച്ച് അകത്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസമേ പോക്കാണെന്ന് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യും. കാരണം നല്ല വാർത്തകളൊന്നും കൊടുക്കാനായിട്ട് പത്രക്കാർക്കൊക്കെ ഭയങ്കര മടിയാണ്, ഭയങ്കര നെഗറ്റിവിറ്റിയാണ്. നമ്മൾ നോക്കുമ്പോഴേക്കും അവിടെ ദുരന്തം, ഇത്ര പേര് മരിച്ചു, ഒരു കുടുംബത്തിൽ അങ്ങനെയൊക്കെ കൊടുക്കാനാണ് അവർക്ക് എന്തോ വലിയൊരു താല്പര്യമുള്ളത്. അതുകൊണ്ട് പത്രം വായനയൊക്കെ കണക്ക് തന്നെയാണ്. പിന്നെ നമുക്ക് ഫോണുള്ളതുകൊണ്ട് അപ്പോഴുള്ള കാര്യങ്ങൾ യൂട്യൂബ് വഴിയൊക്കെ അറിയണുണ്ടല്ലോ, അത് മതിയെന്ന് അങ്ങ് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ പത്രമൊക്കെ എടുത്ത് അകത്തുകൊണ്ട് വെച്ചിട്ടാണ് നേരെ വിളക്ക് തേക്കാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോയിൽ 6 മണിയായാലും നേരം വെളുക്കൂല എന്ന് പറഞ്ഞപ്പോഴേക്ക് അത് നിങ്ങളുടെ നാട്ടിലായിരിക്കും, ഞങ്ങളുടെ നാട്ടിലെന്താ അങ്ങനെയല്ല, 6 മണിക്കേ ഇവിടെ നേരം വെളുക്കുമെന്ന് പറഞ്ഞ്. അതെവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 6 മണിക്ക് നേരം വെളുക്കുമെന്ന് പറഞ്ഞാൽ വെട്ടം വീഴൂല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു 6:15 കഴിഞ്ഞാൽ മാത്രമേ ഒന്ന് പറയാനായിട്ടൊന്ന് വെട്ടം വരുള്ളൂ. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരേണ്ടത് ഒരു 6:15 കഴിയണം. സൂര്യഭഗവാനെ കാണണമെന്നുണ്ടെങ്കിൽ 7:30 മണിയാവണം. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ ആളെ ഇപ്പോൾ കാണാനായിട്ട് പറ്റണുള്ളൂ. അങ്ങനെ വിളക്കെല്ലാം കത്തിച്ച് തൊഴുതതിന് ശേഷമാണ് ഇനി അടുക്കളയിൽ കയറാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഞാനിങ്ങനെ വിളക്ക് കത്തിക്കുമ്പോഴേക്ക് ആ ഒരു ശീലം ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1-2 വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞതാണ് തലയിലേക്കിട്ട്. അതുപോലെ തന്നെ ഇങ്ങനെ എനിക്കൊരു കമൻറ്റ് വന്നതാണ്. നമുക്ക് ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴേക്കും നമുക്ക് തോന്നുമല്ലോ അതിൽ ഒരുപാട് കാര്യമുണ്ടെന്ന്. അങ്ങനെ ഒരു കമൻറ്റ് വന്നതാണ്. നമ്മൾ വിളക്ക് കത്തിക്കാൻ നേരത്ത് നമ്മൾ ഒന്ന് ഒരുങ്ങിയതിന് ശേഷം കത്തിക്കണതാണ് ഒരു ഐശ്വര്യം എന്ന്. കാരണം തമിഴ്നാട്ടിലോട്ടൊക്കെ പോയാൽ അവിടുത്തെ സ്ത്രീകളൊക്കെ അറിയാമല്ലോ, അവർ നന്നായിട്ട് ഒരുങ്ങിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ തന്നെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക. അത് നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിലായിരുന്നാലും, മക്കളെ ഫ്രണ്ടിലായിരുന്നാലും, നമ്മുടെ കുടുംബക്കാരുടെ ഫ്രണ്ടിലായിരുന്നാലും. അപ്പോൾ അതൊരു നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു സെൽഫ് കോൺഫിഡൻസും ആണ്, ഒരു പോസിറ്റിവിറ്റി ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കും അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. അപ്പോൾ ഞാനിപ്പോൾ പൊട്ടൊക്കെ ഇട്ട് കുറിയൊക്കെ ഇട്ടതിന് ശേഷമാണ്, കുറിയെന്ന് വെച്ചാൽ സിന്ദൂരക്കുറിയാണ്, അതിന് ശേഷമാണ് വിളക്കെല്ലാം കത്തിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ചായ ഇടാനായിട്ട് അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതാ അമ്മയും എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. കേശുവും ചേട്ടനും ഒന്നും എഴുന്നേറ്റില്ല. ചേട്ടൻ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇനി ചായയൊക്കെ കൊണ്ട് കൊടുത്തിട്ട് പുള്ളിക്കാരനൊന്ന് വിളിച്ച് ഉണർത്തിയൊക്കെ എടുക്കണം. അപ്പോൾ ഇന്നിനിപ്പോൾ രാവിലെ ഞാനും കൂടെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ നടക്കൂല. നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരും. അതുമല്ല നല്ല മഞ്ഞുണ്ട്, അതുകൊണ്ട് മോനെ കൊണ്ട് പോകണ്ടെന്ന് വിചാരിച്ചു. ഞങ്ങൾ 2 കൂടെ പോയാൽ പിന്നെ മോൻ കൂടെ ഇറങ്ങും. അപ്പോൾ ഇത്രയും വെളുപ്പം രാവിലെ ഈ തണുപ്പത്തും മഞ്ഞത്തുമൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ അസുഖം വന്നൊന്ന് മാറിയിട്ടേ ഉള്ളൂ. ഇനി വീണ്ടും കൂടെ ഉടനെ താങ്ങാനായിട്ട് വയ്യ. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പോകണ്ടെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി മോൻ അറിയാണ്ട് വേണം ചേട്ടൻ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോകാനായിട്ട്. ഇതിപ്പോൾ എന്നെ കണ്ടില്ലെങ്കിലും മോന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവൻ്റെ അച്ഛനെ രാവിലെ കണ്ടില്ലെങ്കിൽ ആളിവിടെ ഭൂകമ്പം ഉണ്ടാക്കും. പിന്നെ നമ്മൾ 2 ഒരുമിച്ച് കണ്ടില്ലെങ്കിൽ അതിലും വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ പോവാണ്ട് നിന്നത്. അങ്ങനെ ചേട്ടൻ ചായയൊക്കെ കുളിച്ച് റെഡിയായതാ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി. മോൻ അറിഞ്ഞില്ല, മോൻ ഉണർന്നില്ല. പിന്നെ ഇന്ന് നന്ദുവൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അവളുള്ളത് കൊണ്ട് അവളുടെ അടുത്ത് കൊണ്ട് കിടത്തി മോനെ. അപ്പോൾ മോനിങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അടുത്ത് ആരെങ്കിലും ഒരാൾ വേണം, എങ്കിൽ അവൻ സുഖമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കോളും. അല്ലെങ്കിൽ ഉടനെ എണീച്ച് വന്നോളും നമ്മുടെ ഒപ്പം. അപ്പോൾ ഇനി ഇഡ്ഡലിയും സാമ്പാറുമാണ് ഉണ്ടാക്കാനായിട്ട് പോണത്. അപ്പോൾ ഇനി സാമ്പാറിന് ഇഡ്ഡലിക്കുള്ള സംഭവങ്ങളൊക്കെ അവിടെ അടുപ്പത്തൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി ഒരു സാമ്പാർ വെക്കണം. അതിനായിട്ട് തോരമ്പരിപ്പ് അടുപ്പത്ത് വെക്കാനുള്ള തത്രപ്പാടിലാണ്. പിന്നെ അതുമല്ല, നമുക്കിപ്പോൾ ചിലർക്കൊക്കെ സാമ്പാർ കഴിക്കുമ്പോഴേക്ക് ഭയങ്കര പ്രശ്നമാണല്ലോ. അപ്പം നമുക്ക് അതേ തോരമ്പരിപ്പിൻ്റെ പ്രശ്നമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ സാമ്പാർ കഴിക്കുമ്പം നെഞ്ചിരിച്ചിൽ, ഗ്യാസ് ട്രബിളിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഈ തോരമ്പരിപ്പ് വേവിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ കുക്കറിലായിരിക്കും മിക്ക ആൾക്കാരും തോരമ്പരിപ്പ് വേവിക്കുന്നത്. അപ്പം നമ്മൾ കുക്കറിൽ തോരമ്പരിപ്പ് വെച്ചതിന് ശേഷം അതൊന്ന് പതഞ്ഞിങ്ങനെ പൊങ്ങി വരുമല്ലോ തിളച്ചിട്ട്. അപ്പോൾ ഈ പതഞ്ഞ് പൊങ്ങി വരുമ്പോൾ ആ ഒരു ഇല്ലേ, അതിനെ അങ്ങ് കോരിക്കളയണം. അപ്പോൾ അതാണ് നമുക്ക് ഈ ഗ്യാസായിട്ടും നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അത് മാറ്റി കളഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ കുക്കർ അടച്ച് വെച്ചിട്ട് തോരമ്പരിപ്പ് വേവിച്ചെടുത്താൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതൊരു ഫ്ലൂയിഡ് എന്തോ ഈ സംഭവം, ഈ തോരമ്പരിപ്പില്ലേ, അതിങ്ങനെ വിളഞ്ഞു വരണ സമയത്ത് ഈ കീടങ്ങളിൽ നിന്നൊക്കെയുള്ള ആക്രമണത്തിൽ നിന്ന് അത് സ്വയം എടുക്കുന്നൊരു പ്രൊട്ടക്ഷനാണ് അതിലിങ്ങനെ ഒരു ഫ്ലൂയിഡ് പോലെ ഒരു സംഭവം അതിങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്നാണ് പറയണത്. അതാണ് നമ്മൾ ഇത് വേവിക്കുന്ന സമയത്ത് ഇങ്ങനെ പതയായിട്ട് പൊങ്ങി വരണത്.
അതങ്ങ് മാറ്റിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിത് മിക്കവാറും ഇവിടെ ചേട്ടൻ എപ്പോഴും ഇങ്ങനെ പറയും, ഇത് എന്തോന്ന് സാമ്പാർ കഴിക്കുമ്പോഴത്തേക്ക് അയ്യോ നെഞ്ചിരിച്ചില്ലെന്ന്. അപ്പോൾ കുറേ നാളുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. ചില സമയങ്ങളിൽ അതൊക്കെ മറന്നു പോകും, നമ്മൾ മനുഷ്യരല്ലേ, ഇപ്പോഴും എല്ലാ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കില്ല. അപ്പോൾ ചോറ് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അതിനെ എടുത്ത് ചെറിയ അടുപ്പിലോട്ട് മാറ്റിയിട്ടാണ് പിന്നെ ബാക്കി സംഭവങ്ങളൊക്കെ ഈ അടുപ്പിലോട്ട് വെക്കണത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 3 അടുപ്പും ഒരേപോലെ വർക്ക് ചെയ്യും. എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇഡ്ഡലി വെന്തോന്ന് നോക്കാനായിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ പപ്പടം കുത്തി നോക്കും. അപ്പോൾ അമ്മ പറയുകയാണ് അങ്ങനെ കുത്തി നോക്കേണ്ട, ഇഡ്ഡലി വെടിച്ച് വരണമെന്ന് നോക്കിയാൽ മതി. ഇഡ്ഡലി ഒന്നിങ്ങനെ വെടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അത് നന്നായിട്ട് വെന്തെന്നാണ്. ചില സമയങ്ങളിൽ നമുക്ക് ഇഡ്ഡലി നമുക്ക് പണി തരും, ഇങ്ങനെ നന്നായിട്ട് വെടിച്ചൊന്നും വരില്ല. അപ്പോൾ എനിക്കിങ്ങനെ അങ്ങനെയാണെങ്കിൽ ഒന്ന് കുത്തി നോക്കിയാൽ മാത്രമേ ഒരു സമാധാനമുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പപ്പടക്കോല കൊണ്ടൊന്ന് കുത്തി നോക്കുമ്പോഴേക്ക് അറിയാൻ പറ്റും അതിലെന്തെങ്കിലും മാവ് ഇങ്ങനെ പറ്റിപ്പിടിച്ച് വരണം എന്നുണ്ടെങ്കിൽ ആ ഇഡ്ഡലി വെന്തില്ല, അല്ല ഒരു പ്രശ്നമില്ലാണ്ട് സംഭവം ഇങ്ങനെ തിരിച്ച് വരണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത്. അതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ അതുമല്ല, ഇഡ്ഡലി ആയിരുന്നാലും ദോശ ആയിരുന്നാലും അപ്പം ആയിരുന്നാലും ഞാനീ ഉണ്ടാക്കുന്ന സമയത്ത് കറക്റ്റ് എണ്ണി തിട്ടപ്പെടുത്തിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ബാലൻസ് എന്തെങ്കിലും ഒരു 2 ഇഡ്ഡലിയൊക്കെ ഇരുന്നാൽ പിന്നെ ഇവിടെ ആരും കഴിക്കില്ല, അത് അങ്ങനെ ഇരുന്ന് എടുത്ത് കളയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റത്തതിൽ ഞാനിങ്ങനെ എണ്ണി ഒരാൾക്ക് ഇത്ര വെച്ച് കഴിക്കുമെന്ന് നമുക്കൊരു കണക്കുണ്ടല്ലോ, അതുപോലെയൊക്കെ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി സാമ്പാറിനുള്ള മലക്കറി എടുക്കണമല്ലോ, അതിനായിട്ട് വന്നതാണ്. അപ്പോൾ ഈ മഴയൊക്കെ പെയ്തുകൊണ്ട് ആകെപ്പാടെ ഒരു തണുപ്പുണ്ട്. രാവിലെ എഴുന്നേറ്റപ്പോഴും നല്ല തണുപ്പുമുണ്ട്. ഇപ്പം നമ്മൾ മുന്നത്തെ കാണുന്നേക്കാളും കുറച്ചും കൂടെ മഞ്ഞുള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എപ്പോഴും ഈ മഴ പെയ്ത് കഴിയുമ്പോഴാണല്ലോ കോടയൊക്കെ ഇറങ്ങണത്. നമ്മുടെ ഇവിടെ അധികം കോടയൊന്നും ഇല്ല, എന്നാലും ആ ഒരു മഞ്ഞ് ഫീൽ ചെയ്യുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് ദൂരോട്ടൊക്കെ നോക്കുമ്പോൾ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അങ്ങനെ ഒരു ചേമ്പൻ തടയൊക്കെ എടുത്തുകൊണ്ട് വന്ന്, ചേമ്പൻ തട ഇപ്പം വളരെ കുറവാണ്. അന്ന് ഞാനിങ്ങനെ ചേമ്പൊക്കെ എടുത്തതിന് ശേഷം ഇനി അത് നല്ല മഴയത്ത് കിളിർത്തൊക്കെ വന്നാലേ ഉള്ളൂ. അപ്പോൾ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ ഒരു തട എടുത്തുകൊണ്ട് വന്ന്, അപ്പോഴേക്കും അമ്മ ഇവിടെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അതൊക്കെ തട്ടൊക്കെ കഴുകി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതുമല്ല, അവിടെ കുറച്ച് മുരിങ്ങയ്ക്ക് നിൽപ്പുണ്ടായിരുന്നു. മുരിങ്ങയ്ക്കെന്ന് വെച്ചാൽ നല്ല വലുതൊന്നും ആയില്ല, പക്ഷെ നമ്മളെപ്പോഴും ഒരു നല്ല ഇളം പരുവത്തിന് മുരിങ്ങയ്ക്ക എടുക്കണം. ആ മുരിങ്ങയ്ക്ക എടുത്ത് അങ്ങനെ കറി വെച്ചാലും ഇതിലൊക്കെ ഇട്ടാലും ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നും. അപ്പോൾ സംഭവം നമുക്ക് അധികം കഴിക്കാനൊന്നും കാണില്ല, എന്നാലും ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ തോരൻ വെക്കും. അപ്പോൾ തോരൻ എന്ന് പറഞ്ഞാലും ഒരു അവിയലിൻ്റെ രൂപത്തിലാണ് വെക്കണത്, അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ചേമ്പൻ തട എടുത്തിട്ട് സാമ്പാറിലത്തേക്കും കൂടെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതെടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കുറേ നടത്തങ്ങളുണ്ട്, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആയിട്ട്. ഒരു കണക്കിന് അത് നല്ലതല്ലേ. അപ്പോൾ കേശുക്കുട്ട എഴുന്നേറ്റെങ്കിൽ ഇപ്പോൾ എൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ വാലുപോലെ വരുമായിരുന്നു. അപ്പോൾ മോൻ എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ നിന്ന മുരിങ്ങയ്ക്കയെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അമ്മയുടെ വീട്ടിലും കുറച്ച് മുരിങ്ങയ്ക്ക് നിൽക്കുകയാണ്, പക്ഷെ അതിങ്ങനെ കൊന്നത്തെങ്ങ് പോലെ അങ്ങ് പൊങ്ങി പോയേക്കണം. ആ മുരിങ്ങയ്ക്ക് അടക്കണമെങ്കിൽ ഒന്നുകിൽ അതിൽ കയറണം, മുരിങ്ങയിൽ കയറേണ്ട കാര്യം അറിയാമല്ലോ. പിന്നെ അന്ന് കുറച്ചൊരു ബലമുണ്ട്, അപ്പോൾ പകുതി വരെയൊക്കെ കയറാൻ പറ്റുമെന്നാണ് പറയണത്. അത് കഴിഞ്ഞിട്ട് അതിനെങ്ങനെ തോട്ടായിട്ട് എന്തെങ്കിലും പറിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ അതിനങ്ങ് പകുതി മുറിച്ചിടാം, അപ്പോൾ വീണ്ടും അത് നല്ലതല്ലേ, മുരിങ്ങയ്ക്കായതുകൊണ്ട് വീണ്ടും നിറയെ തിളുക്കുകയും ചെയ്യും, അത് നിറച്ച് പിടിക്കുകയും ചെയ്യുമല്ലോ. അത് പറഞ്ഞപ്പോൾ അമ്മയ്ക്കൊക്കെ ചെറിയൊരു മടി. എന്തായാലും ഇനി അവിടെ പോയി നോക്കണം മുരിങ്ങയ്ക്ക് എന്തായെന്നുള്ളത്. അങ്ങനെ സാമ്പാറിലത്തേക്കുള്ള ചേമ്പും തടയും മുരിങ്ങയ്ക്കയും ഇനി ഒരു സാമ്പാർ ചീരയും കൂടെ പോയി എടുക്കണം. അതും കൂടെ ആകുമ്പോൾ സാമ്പാറിനുള്ള മലക്കറികളൊക്കെ എല്ലാം ആയില്ലേ. പിന്നെ ഇവിടെ അമ്മയ്ക്കും ചേട്ടനോ എന്ന് വെച്ചാൽ മുരിങ്ങയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ അത്ര വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ ഇത്രയും ഇളം പരുവത്തിന് കഴിക്കുമ്പോഴേക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും കഴിക്കും. അങ്ങനെ മുരിങ്ങയ്ക്ക അമ്മ ഇങ്ങനെ ഇതുപോലെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കീറിയിടും. അതിനുശേഷം നമുക്ക് ചക്കക്കുരു ഉണ്ടെങ്കിൽ അതും കൂടെ ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ സവോളയും കൂടെ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ഒന്ന് വേവിച്ചതിന് ശേഷം നമ്മൾ ഈ അവിയലിനൊക്കെ അരയ്ക്കൂലേ, ആ രീതിയിൽ അരച്ചിട്ട് അതൊന്ന് ഇളക്കിയെടുത്ത് കടുകൊക്കെ ഒന്ന് താളിച്ചെടുത്താൽ ഭയങ്കര രുചിയാണ്. അപ്പോൾ അമ്മ അവിടെ അത് വെക്കാനായിട്ട് മുരിങ്ങയ്ക്ക് തോരൻ വെക്കാനായിട്ട് അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്നിട്ട്
സാമ്പാറിന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. എനിക്കാണെങ്കിൽ ഇപ്പോൾ മലക്കറി അരിയുമ്പോഴേക്കും ഇവിടെ വന്നിരുന്ന് അരിയാനാണ് ഭയങ്കര ഇഷ്ടം. നല്ല രസമാണ് ഇവിടെ ഇരുന്ന് അരിയുമ്പോൾ. മറ്റു അടുക്കളയ്ക്കകത്തിരുന്ന് ഇങ്ങനെ അടച്ചുപൂട്ടിയൊക്കെ ചെയ്യണ്ടേ, അതിനേക്കാളും എപ്പോഴും ഇങ്ങനെ ശുദ്ധമായി കിട്ടുന്ന സ്ഥലമാണ് എനിക്ക് കൂടുതലിഷ്ടം. അങ്ങനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് മുരിങ്ങയ്ക്കയും ഇനി ചേമ്പും തടയൊക്കെ കട്ട് ചെയ്യണം. പിന്നെ കേശു രാവിലെ എഴുന്നേറ്റപ്പോൾ അച്ഛനെ കണ്ടില്ല. അങ്ങനെ അച്ഛനൊരു പണിഷ്മെൻറ്റ് കൊടുത്തിരിക്കുകയാണ്. ഉറക്കം എഴുന്നേറ്റ് വന്ന ഉടനെ അച്ഛനും വന്നായിരുന്നു. അപ്പോഴച്ഛനെയും കൊണ്ട് മുട്ടായി വേണമെന്ന് പറഞ്ഞ് കടയിൽ പോയി. ഭയങ്കര മുട്ടായി തീറ്റയാണ്. ഇനി എങ്ങനെയെങ്കിലും അതിനെ ഒന്ന് കുറച്ചെടുക്കണം. രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ തലേ ദിവസം അവൻ്റെ അച്ഛൻ വരുമ്പോഴേക്ക് ഉള്ള ചോക്ലേറ്റുകൾ അത്രയും വാങ്ങിക്കൊണ്ടുവരും. എന്നാൽ അത് വാങ്ങല്ലെന്ന് പറഞ്ഞ് ആ മനുഷ്യനെ മനസ്സിലാവില്ല. ഇനി അത് കൊടുക്കൂല എന്നൊക്കെ പറയുകയും ചെയ്യും. സമയമാകുമ്പോഴേക്ക് അയ്യോ മോന് വാങ്ങണമല്ലോ എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങുകയും ചെയ്യും. അപ്പം മോൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്ന ഉടനെ നേരെ വന്ന് ഫ്രിഡ്ജ് തുറന്നിട്ട് അതിനെടുത്ത് കഴിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇന്നലെ തൊട്ട് പറയാനുണ്ട് ഒരു പുളിമുട്ടായി എന്ന്. പുളിമുട്ടായി എന്ന് വെച്ചാൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കിട്ടണ മുട്ടായി അല്ലേ, ഇപ്പോൾ ഒരു പുതിയൊരു പുളിമുട്ടായി ഇറങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ. അങ്ങനെ രാവിലെ പോയി അച്ഛനെയും കൊണ്ടുപോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് മുട്ടായി. ഇതിന് ഇത്രയും പാക്കറ്റ് ഒരുമിച്ച് കൊടുത്താൽ അത് മൊത്തം അവ ഇരുന്നങ്ങ് കഴിക്കും. അങ്ങനെ ഞാൻ 2-3 എടുത്ത് മാറ്റാമെന്ന് വെച്ച് മാറ്റിയിട്ട് അവന് നമ്മളെപ്പോലെയൊന്നും അല്ല, ഇപ്പോഴത്തെ പിള്ളേർക്ക് ഭയങ്കര ഐക്യമല്ലേ, അവന് മനസ്സിലായി എത്ര എണ്ണം ഉണ്ടെന്ന്. എണ്ണം കറക്റ്റ് പറയാനെന്ന് പറഞ്ഞുകൂടെ, എന്നാലും ഇതല്ല ഇനിയും കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് അത് മൊത്തം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി. അപ്പം നമ്മൾ അത് കഴിക്കുമ്പോഴേക്കും ഒരു എന്തോന്ന് പറയാനായിട്ട് ആ ഒരു പുളിയുടെ ഒരു ഇത് തന്നെ നമ്മളിങ്ങനെ പുളി ചെറിയൊരു ജ്യൂസാക്കി കഴിക്കും പോലെ തോന്നും. എനിക്കാണെങ്കിൽ നമ്മുടെ ഈ പഴയ പുളിമുട്ടായി ഇല്ലേ, അതാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അതങ്ങനെ അധികം കാണാനില്ല. പക്ഷേ അല്ല ഉത്സവ പറമ്പിൽ അങ്ങനെ ഈ പറമ്പൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അങ്ങനെ കടയിട്ടേക്കുന്നത് അവിടെ പോകുമ്പോഴേക്ക് കിട്ടുന്നുണ്ട് അതെല്ലാം. പിന്നെ നമ്മൾ ഇടിച്ചക്കയ്ക്ക് എടുത്ത് ചക്കയുടെ പകുതി വെച്ചിരിക്കുകയായിരുന്നല്ലോ, ബാലൻസ് വെച്ചിരിക്കുകയായിരുന്നു. അതിനെ ഇന്നെടുത്തിട്ട് ഇതിൻ്റെ പകുതി എടുത്തിട്ട് ഇന്നൊരു തോരൻ പോലെ വയ്ക്കാമെന്ന് വിചാരിച്ച്. മറ്റത് ഇടിച്ചക്ക തോരൻ, ഇത് ഇടിക്കാത്ത തോരനാണ്. അങ്ങനെ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മ അതിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ആ ഒരു ചെറിയ ചക്ക നമ്മളൊരു 4 ദിവസമെങ്കിലും ഓട്ടിക്കാനായിട്ട് വിചാരിക്കുകയാണ്. പല പല വിഭവങ്ങളിലൂടെ അതിങ്ങനെ കൈമറിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ മറ്റേ സംഭവങ്ങളുണ്ടല്ലോ സാമ്പാർ വയ്ക്കാനൊക്കെ ആയിട്ടുള്ള ബാക്കിയെല്ലാ സംഭവങ്ങളും കട്ട് ചെയ്തുകൊണ്ട് വന്ന് ഇനിയൊരു സവാളയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ ഇപ്പോൾ സവാളയ്ക്കൊക്കെ ഭയങ്കര ഓഫർ കിടക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ പോയിട്ട് അവിടെ ഞങ്ങളെ കടയിലെടുത്ത് അരിശുമൂട് എത്തിയപ്പോഴേക്ക് അവിടെ 4 കിലോ സവാള 100 രൂപ എന്നുണ്ട്. അങ്ങനെ അപ്പോഴേ ചാടി ഇറങ്ങി 4 കിലോ സവാള വാങ്ങിക്കൊണ്ടുവന്ന് ഇന്ന് പത്രം വന്നപ്പോഴേക്ക് അതിലൊരു ഓഫർ, മാർജിൻ ഫ്രീ ഷോപ്പിൽ ഓഫർ ഉണ്ടായിരുന്നു. അതിൽ നോക്കിയപ്പോഴേക്ക് അവിടെ 1 കിലോ സവാള 22 രൂപയെന്ന്. അത് കണ്ടപ്പോഴേക്ക് ഈശ്വര, ഇന്നലെ 4 കിലോ 100 രൂപയ്ക്ക് ഭയങ്കര ലാഭമെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്. ഇപ്പോൾ 22 രൂപയ്ക്ക് വീണ്ടും ഓഫർ ഇട്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഓഫറുകളുടെ പെരുമഴക്കാലമാണ് കേട്ടോ. ലുലു ഒക്കെ വന്നതിന് ശേഷം എല്ലാവരും ഇങ്ങനെ അടിക്കടി ഓഫറുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തോരൻ പരിപ്പൊക്കെ അവിടെ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങൾ ഇട്ട് കൊടുക്കണം. പിന്നെ ഇങ്ങനെ സാമ്പാർ വെച്ചാൽ രാത്രി ഒരു 10 മണി വരെ സാമ്പാർ ചളിച്ചു പോകില്ല. എനിക്ക് തോന്നുന്നു അധികം മലക്കറിയൊന്നും ചേർക്കാത്തതുകൊണ്ടായിരിക്കാം എന്നാണ് തോന്നുന്നത്. പക്ഷേ തോരൻ പരിപ്പാണ് സംഭവം ചളിക്കണമെന്നായിരുന്നു എൻ്റെ മുന്നത്തെ വിശ്വാസം. എന്താണെന്ന് അറിഞ്ഞുകൂടെ, നമ്മളെ സാമ്പാറിപ്പം അങ്ങനെ ചളിക്കണില്ല. ഇല്ലെങ്കിൽ നമ്മൾ കാപ്പി കുടിച്ച് കഴിഞ്ഞ ഉടനെ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും. പിന്നെ രാത്രിയാണ് എടുക്കുന്നത്. ഒരു 10 മണി വരെ, അത് കഴിയുമ്പോഴേക്ക് ചളിക്കും. അല്ലാണ്ട് നമ്മൾ സാമ്പാർ വയ്ക്കുകയാണെങ്കിൽ ഒരു വൈകുന്നേരം ആകുമ്പോൾ തൊട്ട് ആ ഒരു ചളിച്ച നമുക്ക് ആ ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നും. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ അതൊക്കെ വേവിച്ചത് അതിൽ ഇത്ര സംഭവം മലക്കറി ഇത്ര ഇട്ടിട്ടുള്ളൂ. ചേമ്പും തടയും ഇട്ടിട്ടുണ്ട്, മുരിങ്ങയ്ക്കായും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഇട്ട്. തക്കാളിയും തീർന്നായിരുന്നു കേട്ടോ, അതുകൊണ്ട് തക്കാളിയും ഇട്ടില്ല. അപ്പോൾ ഇനി അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ നമുക്ക് വേണമെന്നുള്ളത് കായപ്പൊടിയാണ്. കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി എടുത്തിട്ട് ഇനി ഇതിനെ ഒന്നും കൂടെ ഇനി ഒരു ഒറ്റ വിസിൽ പോയാൽ മതിയാവും. എന്നിട്ട് അങ്ങ് വേവിച്ചെടുക്കണം. പിന്നെ ഇനി കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കും. ഇനി ഇത് ഇളക്കി എടുത്തതിന് ശേഷമാണ് പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതങ്ങനെയായി. അതവിടെ വെച്ചിട്ടാണ് ഇനി മുരിങ്ങയ്ക്ക് തോരൻ വെക്കണമല്ലോ. അപ്പോൾ അമ്മ അവിടെ ഇരുന്ന് അതെല്ലാം കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. മുരിങ്ങയ്ക്ക് സവാളയും കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അതിനെ അങ്ങ് വേവാനായിട്ട് വെക്കണം. ഞങ്ങൾ അടുക്കളയിൽ നിൽക്കുകയായിരുന്നു. കേശു ഉറക്കം എഴുന്നേറ്റ് വന്നിട്ട് വീണ്ടും പോയി അങ്ങ് കിടന്ന്. നന്ദു എണീക്കാത്തതുകൊണ്ട് അവളടുത്ത് പോയി കിടക്കുകയായിരുന്നു. അപ്പോഴാണ് പുറത്തൊരു ഭയങ്കര ബഹളം കേട്ടത്. സുനിത ചേച്ചി അവിടെ നിന്ന് കേശുവെ ഓടുവാന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. നോക്കിയപ്പോഴേക്കുണ്ട് ഒരു കുരങ്ങൻ.
അപ്പോൾ അത് ആദ്യം നമ്മുടെ ഗേറ്റിൻ്റെ അവിടെയാണ് വന്നിരുന്നതെന്ന്. ഇത് അവിടെ കണ്ടില്ലേ, ഈ പട്ടികളും കുരങ്ങനുമായിട്ട് ഭയങ്കര ഒരു ഫൈറ്റാണ് പിന്നെ അങ്ങോട്ട് നടന്നത്. കുരങ്ങനെന്ന് വെച്ചാൽ കണ്ടില്ലേ, അത് ചാടി പോകാനായിട്ട് തുടങ്ങിയതായിരുന്നു. അപ്പോഴാണ് പട്ടികളെല്ലാം കൂടെ ചുറ്റും കൂടിയപ്പോഴേക്ക് പട്ടികൾ ഭയങ്കര കലിപ്പിലാണ്. പക്ഷെ ആശാൻ കലിപ്പിലൊന്നുമല്ല, അതിൻ്റെ കൂട്ടത്തിൽ കളിക്കുകയാണ്. കളിക്കണമെന്ന് പറഞ്ഞാൽ എന്നെ നിനക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ള ഒരു ഭാവത്തിലാണ് കുരങ്ങ് നിൽക്കുന്നത്. നല്ല രസമായിരുന്നു കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ ചാടിക്കൊടുക്കും. പട്ടി ചാടി പിടിക്കാൻ നേരത്ത് ആളങ്ങ് പോകും. കുറേ നേരം ഈ പട്ടികൾ അവിടെ ഇട്ട് വട്ടാക്കി. പിന്നെ നമ്മളെല്ലാവരും അതിൻ്റെ ബാക്കിൽ നിന്നായിരുന്നു കുറേ സമയം കണ്ട് നിൽക്കാനായിട്ട്. ഭയങ്കര രസമായിരുന്നു. ആ സമയം കൊണ്ടൊരു കാക്ക വന്നൊരു കൊത്ത് കൊടുത്ത് കണ്ടില്ലേ. ഇത് വേറൊന്നുമല്ല, ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു തേക്ക് മരമുണ്ട്. അപ്പോൾ ആ തേക്കിൽ ഒരു കാക്കക്കൂട് ഉണ്ടായിരുന്നു കേട്ടോ. ഈ സംഭവം ഈ കുരങ്ങ് എന്ത് ചെയ്യുന്നറിയാമോ, ചാടിയിട്ട് ആ കാക്കക്കൂടിൽ ചെന്ന് ഒരടി കൊടുത്തു. അതിങ്ങനെ ചെറുതായിട്ട് തൂങ്ങിപ്പോയി. അതിൻ്റെ ദേഷ്യത്തിന് കാക്കകളും കൊടുക്കണമുണ്ട് ആശാൻ അപ്പോഴപ്പോഴായിട്ട് ഓരോ കൊത്ത്. ഒരു അടി കൊടുത്തി അത്രയ്ക്ക് കൊള്ളൂലേ. അയ്യോ 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 അയ്യോ, എന്തിനാണ് ഈ കാണിക്കണത്? ഡേ, എന്തൊരു വേലത്തരൊക്കെയാണ് ഈ കാണിക്കണത്? പട്ടികൾ മൊത്തം കലിപ്പിലായിരുന്നു കണ്ടില്ല. അവരെ ദേഷ്യം കൂട്ടാൻ വേണ്ടി ആശാൻ കാണിക്കണത് കണ്ടില്ല. അത് അവിടെ വന്നിരിക്കും. അത് വരുമ്പോഴേക്ക് പട്ടികൾ കുരയ്ക്കുമ്പോഴേക്ക് ചാടി മുകളിൽ കയറും. ഒരു കുട്ടി കുരങ്ങനായിരുന്നു, കാണാനും നല്ല രസമായിരുന്നു കണ്ടില്ലേ. അവരെടുത്ത് പട്ടികളിനെ എത്ര ശ്രമിച്ചാലും കുരങ്ങൻ്റെ ഒപ്പം ചാടാനായിട്ട് പറ്റൂലല്ലോ. അല്ലെങ്കിൽ അങ്ങനെ അധിക സമയമൊന്നും ഇവിടെ നിൽക്കൂല. കുറച്ച് ഇങ്ങനെ മിക്കവാറും ഇങ്ങനെയൊക്കെ വരാറുണ്ട്. വന്നിട്ട് അപ്പോഴത്തന്നെ ഓടിക്കളയണതാണ്. ആശാൻ ഇന്നിപ്പോൾ പട്ടികളെ മുന്നിൽ കിടന്ന് ഭയങ്കര ഷോ ആയിരുന്നു. അവരെ കൊണ്ടൊന്നും ചെയ്യാൻ എന്നെ എന്തോന്ന് പറയണ്ടേ, എന്നെ പിടിക്കാനായിട്ട് പറ്റൂല. ഞാനിടയ്ക്ക് ഇങ്ങനെ നമ്മളെ വീട്ടിൽ ചാടി. അങ്ങനെ ഞങ്ങൾ ഓടിപ്പോയി അടുക്കള വാതിൽ തുറന്ന് കിടക്കായിരുന്നു. അവരെയൊക്കെ അടച്ചിട്ട് വന്നപ്പോഴത്തേക്ക് വെള്ളം കുടിക്കായിരുന്നു. തനിയെ തന്നെ പൈപ്പ് തുറക്കണുണ്ട്. പൈപ്പ് ആദ്യം തുറന്നപ്പോഴേക്ക് കുറച്ച് കൂടിപ്പോയപ്പോഴേക്ക് വീണ്ടും ഒന്നിങ്ങനെ അടച്ചിട്ട് വീണ്ടും അതിൽ വെള്ളം കുടിച്ച്. പിന്നെ കണ്ടില്ല, നമ്മളെ ക്യാബിളിൻ്റെ ഓറിലൊക്കെയാണ് ഈ കിടന്ന് ഊഞ്ഞാലാടി കളിക്കുന്നത്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് വെള്ളം കുടിക്കും. വീണ്ടും കയറിപ്പോവും. എനിക്കൊന്നും ചെന്ന് തുറന്നു കൊടുക്കണമെന്നുണ്ട്. അമ്മ പറഞ്ഞ് അങ്ങോട്ട് പോവരുത്, അത് ദേഷ്യം വന്ന എന്താണെന്ന് അറിഞ്ഞൂടല്ലോ. ചിലപ്പോൾ വല്ല നമ്മളെ വന്ന് വെറുതെ ചാടേ വല്ല അള്ളിത്തരയൊക്കെ ചെയ്താൽ തീർന്നില്ലേ. പട്ടികളാണെങ്കിൽ അതിനെ വിടണതുമില്ല. കുറേ നേരത്തേക്ക് പിള്ളേർക്കും നമുക്കൊക്കെ അതൊരു കാഴ്ച തന്നെ ആയിരുന്നു. കണ്ടില്ലേ, വീണ്ടും ചാടി വന്ന് വെള്ളം കുടിക്കും, വീണ്ടും കയറിപ്പോവും. കേശുവിനൊക്കെ അവിടെ നിർത്താനും ഒരു പേടിയായിരുന്നു, എങ്ങനെ ഓടി ഇങ്ങ് വന്നാലോ. പിന്നെ പട്ടികളിങ്ങനെ കവർ ചെയ്ത് നിൽക്കണോണ്ട് വരില്ല എന്നൊരു തോന്നലും ഉണ്ട്. ഈ പട്ടികളെ കാരണം ഒരു നിവർത്തിയുമില്ല. മൊത്തം എണ്ണം ഈ ഒരു സൈഡിലേക്ക് കിടക്കുള്ളൂ. പിന്നെ വെളിയിൽ നിന്നും ആർക്കും ഇങ്ങോട്ട് കയറാനും പറ്റൂല. ചില സമയങ്ങളിൽ നമ്മൾ ഇറങ്ങിയാൽ ഭയങ്കര ബഹളമാണ് അത് കിടന്നിട്ട്. അങ്ങനെ എന്ത് ചെയ്യാനായിട്ട് കോർപ്പറേഷനിലൊക്കെ അറിയിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ചെയ്യുമായിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ കുറച്ച് കോവയ്ക്ക് നിൽപ്പുണ്ടായിരുന്നു. അതിനെ ചെന്നിരുന്ന് കഴിച്ചിട്ട് ആശാൻ്റെ ജോലി നോക്കി പോയി. നമ്മുടെ വീട്ടിലോട്ട് നമ്മുടെ ജോലി നോക്കി നമ്മളും അങ്ങ് കയറി. പിന്നെ ഇനി കുറച്ച് പുളിഞ്ചിക്ക വേണമെന്ന് അമ്മ പറഞ്ഞു. അങ്ങനെ ഞാൻ പുളിഞ്ചിക്ക എടുക്കാനായിട്ട് വന്നതാണ്. പുളിഞ്ചിക്ക എല്ലാ ദിവസവും എടുത്തെടുത്ത് ഇപ്പോൾ അതിൽ പുളിഞ്ചിക്ക എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. അല്ലെങ്കിൽ ഇതിങ്ങനെ നിറച്ച് കായ്ക്കണതായിരുന്നു. ഇപ്പോൾ അതിലങ്ങനെ കായ്ക്കണില്ലെന്ന് പറയാനും പറ്റൂല. നമ്മളിങ്ങനെ കായ്ക്കണതെല്ലാം നമ്മളെല്ലാവരും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ മാത്രമൊന്നും അല്ല കേട്ടോ, ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്നെ മാത്രമേ കാണുന്നതേ ഉള്ളൂ. അപ്പുറം ഇപ്പുറമുള്ള വീട്ടിൽ ചേച്ചിമാരൊക്കെ വന്ന് എടുക്കും ഇവിടെ നിന്ന് പുളിഞ്ചിക്ക. അങ്ങനെ ഇപ്പം പുളിഞ്ചി മരത്തിൽ അധികം കായ്കളൊന്നും ഇല്ലാണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു പുളിഞ്ചിക്ക കൊണ്ട് വീട്ടിൽ നട്ട് ഏകദേശം വളർന്നു വന്നതായിരുന്നു. അപ്പോഴായിരുന്നു അവിടെ ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ ഒരാങ്കിളിനെ നിർത്തിയപ്പോഴേക്കും ആൾ വന്നിട്ട് അതിനെ ഫുള്ള് പുഴുതങ്ങ് കളഞ്ഞ്. എനിക്ക് ഇതുപോലൊരു സങ്കടമുള്ളൊരു കാര്യമില്ലായിരുന്നു. പിന്നെ എന്ത് പറയാനായിട്ട്. പിന്നെ ഇവിടെ കോവയ്ക്ക ഇപ്പോൾ തറയിലാണ് കാച്ചു കിടക്കുന്നത്. കോവയ്ക്ക വള്ളി ഏത് വഴിയൊക്കെ പോകാൻ പറ്റും അതുവഴിയൊക്കെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരു 3 കോവയ്ക്ക താഴെ നിൽക്കുകയായിരുന്നു. അത് 3 എടുത്ത് നമ്മൾ സലാഡൊക്കെ അരിഞ്ഞ് കഴിക്കുമ്പോഴേക്കും അതിൻ്റെ കൂട്ടത്തിൽ കോവയ്ക്കയും കൂടി ഇട്ട് കഴിച്ചാലൊക്കെ നല്ലതല്ലേ. പിന്നെ ഷുഗറിനൊക്കെ നല്ലതാണെന്നാണ് പറയണത്. പിന്നെ അവിടെ നിറച്ച് പൂ നിൽക്കുകയായിരുന്നു. ഇന്ന് എനിക്ക് പൂവിൻ്റെ ആവശ്യമൊന്നുമില്ല, ചേച്ചി പൂവ് എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പം ഞാനതൊന്ന് ഷൂട്ട് ചെയ്തതന്നേ ഉള്ളൂ. അഗസ്ത്യപ്പൂവ് ആർക്കും അറിഞ്ഞുകൂടെന്നല്ലേ പറയണത്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വീണ്ടും നിങ്ങളെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അഗസ്ത്യപ്പൂ കാണിച്ചിട്ട്.
നിറച്ച് പൂത്ത് നിൽക്കുകയാണ് കേട്ടോ. ഇതിന് പൂക്കാനായിട്ട് തുടങ്ങിയാൽ പിന്നെ ഒരുപാട് പൂത്തോളും. ഇനി ചുവപ്പ് അഗസ്തി അപ്പുറത്തൊരു വീട്ടിൽ നിൽപ്പുണ്ട്, ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം. ചുവപ്പ് അഗസ്തി നിൽക്കണത്, പൂത്ത് നിൽക്കണത് കാണിക്കാം. ഇതിൻ്റെയൊക്കെ ആ ഒരു ഭംഗി അതാണ് കാണാനായിട്ട്. നല്ല രസമാണ്, നല്ല ചുവപ്പ് കളറിൽ പൂത്ത് നിൽക്കണ കാണുമ്പോൾ തന്നെ ഒരു രസമാണത്. എനിക്കാണെങ്കിൽ ഇതാ ഈ ഒരു പരുവമില്ലേ, ഈ അരിവാൾ കണക്കിരിക്കണത് മൊട്ടാണ്. ആ ഒരു സമയം ആകുമ്പോഴേക്കും അതിനെ എടുത്ത് കറി വയ്ക്കാൻ, അതാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ്. നല്ല വിരിഞ്ഞു പോണേക്കാളും ആ ഒരു പരുവാണ് നല്ലത്. അങ്ങനെ ഇതാ ഇന്നിനി കാക്കയ്ക്ക് ചോറ് വെച്ച് കൊടുക്കണം. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ അറിയാമല്ലോ, ഇനി അവിടെ തൂത്തൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കഴുകി ഇറക്കിയതിന് ശേഷമാണ് കാക്കയ്ക്ക് ചോറ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും പറയും പോലെ നമ്മൾ ഈ കാക്കയ്ക്ക് ചോറ് വെച്ച് കൊടുക്കുന്ന ദിവസം രാവിലെ കാക്ക വന്നിരുന്ന് വിളിച്ചാലും മനസ്സിൽ തോന്നും, അയ്യോ ചോറ് വെച്ച് കൊടുക്കാൻ താമസിച്ചിട്ടാണോ എന്ന് തോന്നും. എല്ലാ ദിവസവും ഇങ്ങനെ കാക്ക വരാറോ വിളിക്കാറോ ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് എന്തെങ്കിലും നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മൾ അതെല്ലാം അതുമായിട്ട് അങ്ങ് റിലേറ്റ് ചെയ്തല്ലേ മനസ്സിൽ വിചാരിക്കുള്ളൂ. പിന്നെ ഇനിതാ അവിടെ തൂത്തൊക്കെ ഇറക്കി ഇനി ഒന്ന് കഴുകിയും കൂടെ ഇറക്കണം. പിന്നെ ഇനി ഇല എടുക്കാനായിട്ട് പോകണം. ഇനി ഒരു വാഴ ഇലയും കൂടെ ഞാൻ പോയി എടുത്തിട്ട് വരാം. സത്യത്തിൽ ഇപ്പോൾ വാഴയിൽ ഇലയൊന്നും ഇല്ല, മിക്ക ഇലയും ഞാൻ തന്നെയാണ് എടുത്ത് ഇപ്പോൾ വാഴയില അങ്ങനെ ഇലകളൊന്നും ഇല്ലാണ്ടായി. പിന്നെ ഇപ്പോൾ കാക്കയ്ക്ക് ചോറ് കൊടുക്കാനായതുകൊണ്ട് ഒരു കുഞ്ഞൻ വാഴയില മതിയായിരുന്നു. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഒരു ചെറിയ വാഴയില മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി അതെടുത്തിട്ട് വന്നപ്പോഴേക്ക് അവിടെ ആൾഷ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇല എടുത്തിട്ടുണ്ട്, ഇപ്പോഴും തന്നെ ചോറ് തരാം, സമാധാനമായിട്ട് ഇരിയെന്ന് പറഞ്ഞിട്ടാണ് ഇലയും കൊണ്ട് വന്നത്. കുരങ്ങൻ വന്ന് അതിൻ്റെ ബഹളമൊക്കെ നടന്ന സമയത്ത് ചേട്ടൻ ഇവിടെ ഇല്ലാതായി. ഇപ്പോൾ ചേട്ടൻ കടയിലോട്ട് പോയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കുരങ്ങനും ബഹളമൊക്കെ നടന്നത്. കേശുക്കുട്ടൻ പറയും, അമ്മ അത് കുരങ്ങനല്ല, അത് ഹനുമാൻ സ്വാമിയാണ്, ഹനുമാൻ സ്വാമി ഗതയും കൊണ്ട് വന്നതെന്നാണ് കേശു പറയണത്. അങ്ങനെ കേശു അവിടെ നന്ദുവിൻ്റെ കൂടെ അവിടെ ഇരുന്നിട്ട് കുരങ്ങൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി കുരങ്ങ ഇങ്ങനെ വന്ന് ചേച്ചി കണ്ടില്ലേ, ഇനി അംഗൻവാടിയിൽ പോയാലും ട്യൂഷൻ പഠിപ്പിക്കാൻ വന്നാലും ഒക്കെ ഇതായിരിക്കും ഇന്ന് ഇവിടുത്തെ കഥകൾ ഫുള്ള്. പിന്നെ ഇനി ആ വാഴയില ഒന്ന് കഴുകിയൊക്കെ എടുക്കണം. അപ്പോൾ ചോറ് വാർത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇനി അതിൽ നിന്ന് ചോറെടുത്തിട്ട് കാക്കയ്ക്ക് വെച്ച് കൊടുക്കണം. അതാണ് ഇനി അടുത്ത ജോലി. നമ്മൾ ചിലപ്പോൾ അമ്പലത്തിലേക്ക് പോണ സമയത്ത് അവരിങ്ങനെ ചോറ് വെച്ചിട്ട്, നമ്മുടെ ഇപ്പോൾ പനേരമൂട്ടിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ചോറ് നാഗരക്ക് ഇരിക്കണതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കൊണ്ട് തട്ടിയിരിക്കുന്നത് കാണാം. അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ പോകുമ്പോഴൊക്കെ അവിടെ ഇങ്ങനെ ചോറ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോഴത്തേക്ക് അണ്ണാൻ വന്നിരുന്ന് കഴിക്കണുണ്ട് കേട്ടോ ആ ചോറൊക്കെ. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലായിരിക്കും. ഒരുപാട് ഇപ്പം നമുക്ക് മാത്രമല്ലല്ലോ വിശപ്പുള്ളത്. അപ്പോൾ ആർക്കായാലും ചോറ് കൊടുത്താലും ഇപ്പോൾ നമ്മളിപ്പോൾ കാക്കയ്ക്ക് കൊടുക്കണമെന്നൊരു സങ്കല്പത്തിൽ കൊടുക്കണമെന്നേ ഉള്ളൂ. കാക്കയ്ക്ക് മാത്രമല്ല, ആർക്കാണോ വിശക്കണത് അവർക്കൊക്കെ കഴിച്ചുകൊണ്ട് പോവാം. ഇപ്പോൾ ഉറുമ്പിനായിരുന്നാലും അവരും കൊണ്ട് പോട്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. വൈകുന്നേരം ആകുമ്പോഴേക്കും ആരൊക്കെയൊക്കെ ചോറ് കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ മുരിങ്ങയ്ക്ക നേരത്തെ എടുത്ത് വെച്ചിട്ട് എന്താ പറയുക, നേരത്തെ അടുപ്പിലെടുത്ത് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് കുരങ്ങനും ബഹളമൊക്കെ ആയിട്ട് അങ്ങോട്ടൊക്കെ ഓടിയത്. ഇനി വേണം മുരിങ്ങയ്ക്ക് തോരൻ വെക്കാനായിട്ട്. കണ്ടില്ലേ, മുരിങ്ങയ്ക്ക് തോരൻ റെഡിയായി, ഇത്രയേ ഉള്ളൂ. അതൊന്ന് വെന്ത് വരുമ്പോഴേക്ക് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കണം. വേവിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ അവിയലിന് അരയ്ക്കുമല്ലോ, അതേ രീതിയിൽ ഒന്ന് അരച്ച് അതിലിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം കടുകും കൂടെ താളിച്ചൊഴിച്ചാൽ മതി. പിന്നെ അമ്മ ചക്ക ഇങ്ങനെയാണ് തോരൻ വെച്ചത്. ചക്ക ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടതിന് ശേഷം തേങ്ങാപ്പാലിലാണ് ചക്ക വേവിച്ചത്. തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ച് ഉപ്പും കൂടെ ഇട്ട് പച്ചമുളകും കൂടെ കീറിയിട്ടിട്ട് അതിനൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം കുറച്ച് തേങ്ങാപ്പീര എടുത്ത് അതിലേക്ക് വറുത്ത മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് പെരുംജീരകവും കൂടെ ഇട്ടിട്ട് അതിനെ ഒന്ന് ഇളക്കി എടുത്തപ്പോഴേക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഒരു തോരനായിരുന്നു. അതും ഇടിച്ചക്ക തോരനേക്കാളും ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നി ഇങ്ങനെ തോരൻ വെച്ച് കഴിച്ചപ്പോഴത്തേക്ക്. കാരണം തേങ്ങാപ്പാലിലും കൂടെ അല്ലേ വേവിച്ചിരിക്കണത്. ഇനി മീൻകറി വെക്കണം. അപ്പോൾ ഇന്ന് ചൂരയാണ്. അന്ന് ഒരാളിങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചൂരക്കറിയുടെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യണേന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ചൂരക്കറിയുടെ റെസിപ്പിയും ഷെയർ ചെയ്യണത്. അപ്പോൾ തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, വറുത്ത മുളക് പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യണത്. മുളക് പൊടി ഇട്ടിട്ടുണ്ട്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. പിന്നെ ഇത് കണ്ടില്ലേ, നമ്മൾ ചൂര മീനിൽ എന്തൊക്കെ ഇട്ടിരിക്കണമെന്ന്, തക്കാളി ഇട്ടിട്ടുണ്ട്.
അതുപോലെ തന്നെ മുരിങ്ങയ്ക്ക ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടാണ് മീൻ കറി വെക്കാനായിട്ട് പോണത്. പിന്നെ തേങ്ങാപ്പീര എടുത്തിട്ട് അതിലേക്ക് വറുത്ത മുളക് പൊടി ഇട്ട് കൊടുക്കും, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും, ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കും, പുളിയും കൂടെ ഇട്ടിട്ടാണ് അരയ്ക്കണത്. അപ്പോൾ അതരച്ച് ചേർത്ത് അമ്മ ഇപ്പോൾ ഉലുവാപ്പൊടി അരയ്ക്കാനായിട്ട് ഇട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഉലുവാപ്പൊടി ഇട്ടത്. പിന്നെ ഇതാ ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് മൊത്തത്തോടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങ് വേവിച്ചെടുത്താൽ മതി. പിന്നെ ചില ആൾക്കാരെന്നല്ല മിക്കവാറും പേര് അരപ്പ് തിളച്ചതിന് ശേഷം മാത്രമാണ് മീൻ ഇടണത്. നമ്മൾ പക്ഷേ അങ്ങനെയല്ല, എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് വെക്കും. അപ്പം നമുക്ക് ഇങ്ങനെ വെച്ചിട്ടും വേറെ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ നമ്മൾ വയ്ക്കുന്ന രീതി ഇങ്ങനെയാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഊരിയിട്ടിട്ട് മീൻ വേവിക്കാനായിട്ട് അങ്ങ് വെച്ച്, പിന്നെ ഇന്ന് കിട്ടിയ മീനുകളാണ് ഇതെല്ലാം. ഇതൊക്കെ എന്തെന്ന് വെച്ചാൽ ഇന്നങ്ങ് കട്ട് ചെയ്ത് വെക്കുമ്പോഴേക്ക് നാളെ പെട്ടെന്ന് അങ്ങ് ജോലി തീരും, ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ലേറ്റാവും ജോലി തീരാനായിട്ട്. അപ്പോൾ അയലയും കണവയും നെത്തോലിയും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മ അത് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. അപ്പം നാളെ ഇനി രാവിലെ അതങ്ങ് കറി വെച്ചാൽ മതിയല്ലോ. ചൂരമീൻ റെഡിയായി. ഇനി കടുകും കൂടെ താളിച്ച് അതിലേക്ക് ഒഴിച്ചാൽ മതി. അങ്ങനെ ജോലികളൊക്കെ ഏകദേശമൊക്കെ തീർന്ന് ഇനി അല്ലറ ചില്ലറ ഒതുക്കലും പറക്കലും ജോലികളൊക്കെ ഉള്ളൂ ബാലൻസ് ആയിട്ട്. പിന്നെ ഇനി എന്നെക്കൊണ്ട് പറ്റുന്ന റെസിപ്പികളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നന്നായിട്ടുണ്ടെന്നൊക്കെ നിങ്ങളുടെ കമൻറ്റ് വരുമ്പോൾ ഒത്തിരി സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇപ്പം ഞാൻ എപ്പോഴും പറയും പോലെ ഇത് നമ്മുടെ റെസിപ്പിയാണ്. ഇതിനേക്കാളും നല്ല രീതിയിൽ കറി വെക്കണവരുണ്ടായിരിക്കും. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ വീട്ടിൽ ആ ഒരു രീതിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ടൊന്നും ചെയ്യാറില്ല. ഞങ്ങളെങ്ങനെയാണോ ഞങ്ങളിങ്ങനെയാണ്, ആ രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ചോറ് തീറ്റിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ ഇതിന് വൈകുന്നേരം അല്ല, ഒരു 3 മണി സമയമായി. അപ്പോഴേക്ക് ഇന്ന് മുളകൊക്കെ പൊടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ മുളക് അങ്ങ് തട്ടി വെച്ചപ്പോഴേക്കും ഞാൻ വിചാരിച്ചു എന്തായാലും മുളകങ്ങ് വറുത്ത് വെക്കാമെന്ന്. ചിലപ്പോൾ മീൻകറി വെക്കാൻ സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും വെക്കാൻ സമയത്തായിരിക്കും അയ്യോ മുളക് പൊടി തീർന്ന കാര്യം ഓർമ്മ വരണത്. പിന്നെ ചേട്ടൻ ഉണ്ടെങ്കിൽ അന്നേരം മുളക് പൊടിക്കാനും സമ്മതിക്കൂല. ഇവിടെ എന്തോ വലിയൊരു അപരാധം ചെയ്തതുപോലെയാണ് നമ്മൾ മുളക് പൊടിക്കുമ്പോഴേക്കും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പിരിയം മുളകും അല്ലാത്ത മുളകും കൂടെ മിക്സ് ചെയ്താണ് പൊടിച്ചത്. അപ്പോൾ അതുകൊണ്ട് നല്ല കളറൊക്കെ ആയിരുന്നു മുളക് പൊടിക്ക്. അപ്പം നമ്മളിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴേക്കും ഇതുപോലുള്ള അല്ലറ ചില്ലറ ഈ എന്തു പറയാനായിട്ട് ഈ ലൊട്ടിലൊടുക്ക് പണികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തീർത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ജോലികൾ തീർക്കാനായിട്ട് പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ചെയ്തു വരുമ്പോഴാണ് നമുക്ക് ഒരുപാട് സമയം പോണത്. പിന്നെ ഞാനിപ്പോൾ എന്നും വറുത്ത് വയ്ക്കണേക്കാളും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ അങ്ങ് വറുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ച്. നമ്മളിപ്പോൾ മീൻ കറിക്ക് എപ്പോഴും വറുത്ത മുളക് പൊടിയാണ് യൂസ് ചെയ്യണത്. പിന്നെ ഈ നെത്തോലി അങ്ങനെയുള്ള ഈ വറ്റിച്ച് വയ്ക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, നെത്തോലി, കാരൽ, അങ്ങനെയുള്ള മീനൊക്കെ വാങ്ങുമ്പോൾ മാത്രമേ പച്ചയ്ക്ക് അരച്ച് വയ്ക്കാറുള്ളൂ. അപ്പം ഇപ്പം നമ്മളത് മാത്രമല്ല, നമ്മുടെ ഈ നാട്ടിൽ തിരുവനന്തപുരത്തൊക്കെ എല്ലാവരുടെയും മീൻ കറി വയ്ക്കുന്ന സ്റ്റൈലൊക്കെ ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കും. കേശു അംഗൻവാടിയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അമ്മയെ നമുക്ക് പുറത്ത് പോയി കളിക്കാമെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്ക് കേശുവിനൊന്ന് റോഡിലിറങ്ങി കളിക്കണം. അപ്പോൾ ആ സമയമാകുമ്പോൾ ഞാനും കൊണ്ടുപോകും. പിന്നെ എപ്പോഴും മോനും ഇങ്ങനെ വീട്ടിനകത്തല്ലേ, അപ്പോൾ പിള്ളേർക്ക് കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ വേണ്ടേ. നമ്മളൊക്കെ എത്ര ഓടി കളിച്ചതാണല്ലേ. നമ്മളിങ്ങനെ വീട്ടിലടങ്ങിയിരിക്കുന്ന സ്വഭാവമൊക്കെ ആയിരുന്നു. ഇപ്പോഴല്ലേ നമ്മൾ വലിയ അമ്മമാരൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. പണ്ട് ഇവിടെ എനിക്കാണെങ്കിൽ ഇപ്പോൾ എൻ്റെ പ്രായത്തിൽ ഞങ്ങൾ ആ ഒരു ഏജിൽ കുറേ പിള്ളേരുണ്ടായിരുന്നു നമ്മൾ ആ ഒരു സമയത്തുള്ള. അതുകൊണ്ട് നമുക്ക് ഒരു ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു കളിക്കാനൊക്കെ ആയിട്ട്. പക്ഷേ എൻ്റെ അനിയത്തി ആയ സമയത്ത് അവളുടെ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ കുറവായിരുന്നു. അവളെപ്പോഴും എൻ്റെ വാല് തൂങ്ങിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പിന്നെ അനിയത്തിയെ കാണിക്കാത്തതെന്ന് ഇങ്ങനെ കമൻറ്റ് വരണുണ്ട്. അവൾ നാട്ടിലില്ല, അവൾ ദുബായിലാണ്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അവൾ ഇനി ലീവിന് വരുമ്പോഴേക്കും അവളെ കാണിക്കാം. പിന്നെ ഇനി വൈകുന്നേരം ആയില്ലേ, ചായ ഇടണം. ചായ ഇടാനായിട്ട് എടുത്തപ്പോഴത്തേക്ക് തേയില തീർന്നിരിക്കുകയായിരുന്നു. തേയില തീർന്നെന്നല്ല, നമ്മളിങ്ങനെ എപ്പോഴും എടുക്കാൻ പാകത്തിന് ചെറിയൊരു കുപ്പിയിലാക്കിയൊക്കെ ഇതൊക്കെ വെച്ചിരിക്കുമല്ലോ, നമ്മൾ കൈവാക്കിന് വെച്ചിരിക്കുമെന്ന് പറയില്ല, അങ്ങനെ വെച്ചിരുന്ന കുപ്പിയിൽ തേയില തീർന്ന് ഇനി അതിലോട്ടൊക്കെ തേയില മാറ്റിയൊക്കെ ഇട്ടിട്ട് ഇനി ചായ ഇടണം. അപ്പോഴേക്ക് അമ്മയ്ക്കാണെങ്കിൽ ചായ ഇടുമ്പോൾ അമ്മ എപ്പോഴും പറയും എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് ചായയുടെ കൂടെ. അത് നമ്മളിങ്ങനെ പറയില്ല, ചായയും കടിയൊന്നും, എന്തെങ്കിലും ഒരു കടി ഉണ്ടെങ്കിൽ അത് ചായ കുടിക്കാനായിട്ട് ഒരു രസമാണ്.
അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ ചായ ഇടാനായിട്ട് വന്നപ്പോഴേക്കും അമ്മ പറഞ്ഞു കുറച്ച് റവ ഇരിപ്പുണ്ട്, അതിന് ഒരല്പം എനിക്കും അമ്മയ്ക്കും മാത്രം കുറച്ച് ഉപ്പുമാവ് കിണ്ടി കഴിക്കാമെന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ ഈ ചായ കുടിക്കുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒന്നും കഴിക്കാനായിട്ട് തോന്നില്ല. മിക്കവാറും രാത്രി ഒന്നും കഴിക്കാറില്ല ഇപ്പോൾ. അങ്ങനെ അമ്മ ദാ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള തിടുക്കത്തിലാണ്. അപ്പോൾ സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളക് കട്ട് ചെയ്ത്, ഇഞ്ചി, ഇത്രയും സംഭവങ്ങൾ, സവോള, പച്ചമുളക്, ഇഞ്ചി, ഇത്രയും സംഭവങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കടുക് താളിച്ച് കറിവേപ്പിലയിട്ട് കടുകിട്ട് കറ്റൽമുളകൊക്കെ ഇട്ട് എല്ലാം കൂടെ ഇട്ടിട്ട് അതിനൊന്ന് ഇളക്കിയെടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇനി തേങ്ങാപ്പാൽ ഒഴിക്കും. തേങ്ങ തിരുകി അതിൻ്റെ ഒന്ന് പാലൊക്കെ എടുത്തതിന് ശേഷം തേങ്ങ ഇങ്ങനെ കൊത്ത് പിഴിഞ്ഞ് കൊത്ത് മാറ്റിയൊന്നും വേണ്ട, ആ തേങ്ങയുടെ കൊത്ത് ഒന്ന് പിഴിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അളന്നെടുക്കും. നമ്മളെപ്പോഴും ഈ ഉപ്പുമാവ് വയ്ക്കുന്ന സമയത്ത് ഒരു കറക്റ്റ് അളവിനെടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്താ ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് റവ മതിയാവും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് കുറച്ചും കൂടെ കുഴഞ്ഞിരിക്കുന്ന പരുവത്തിനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് വെള്ളത്തിന് 1.5 ഗ്ലാസ് റവ ഇടാം. കുറച്ചും കൂടെ നമുക്ക് നല്ല ഇങ്ങനെ എന്ത് പറയാനായിട്ട് ഒട്ടും കുഴയാണ്ട് കിട്ടണം, അതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് വെള്ളത്തിന് കറക്റ്റ് 2 ഗ്ലാസ് റവയും കൂടെ ഇട്ടാൽ മതി. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ചൊന്ന് കുഴഞ്ഞിരിക്കണം, ഒരുപാട് കുഴയാനും പാടില്ല, ആ ഒരു പരുവത്തിലാണ് നമുക്കിഷ്ടം. അപ്പോൾ നമ്മളിതാ 2 ഗ്ലാസ് വെള്ളത്തിന് 1 ഗ്ലാസ് റവ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോഴേക്കും അതും കൂടെ ശ്രദ്ധിക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം വീണ്ടും 2 ഗ്ലാസ് എടുക്കാൻ പാടില്ല. തേങ്ങാപ്പാലും കൂടെ കൂട്ടിയാണ് മൊത്തം 2 ഗ്ലാസ് എടുക്കാനായിട്ടുള്ളത്. അപ്പോഴേക്കും ഇതാ കണ്ടില്ലേ, നല്ല വെന്ത് നല്ല റെഡി ആയിട്ട് നമുക്ക് ഈ ഉപ്പുമാവ് കിട്ടും. അങ്ങനെ ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ചായയും ഉപ്പുമാവും ഒക്കെ ആയിട്ട് കഴിക്കണം. കേശു ട്യൂഷൻ പഠിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. ഇനി ഇതാ ഒരു മുളക് തൈ നിൽക്കുകയായിരുന്നു. അപ്പോൾ 2-3 മുളക് തൈ ഉണ്ട്. ഇത് വയലറ്റ് ഉണ്ട മുളകാണ്. അപ്പോൾ അതിനെ ഒന്ന് ഇനി തറയിലോട്ട് നടണം. ഒരെണ്ണം ചട്ടിയിൽ തന്നെ നിൽപ്പുണ്ട്, ഒരെണ്ണം അല്ല 3 എണ്ണം ചട്ടിയിൽ നിൽപ്പുണ്ട്. ഇനി ഇതിനെ തറയിലോട്ടാക്കി വെക്കണം. ഇതിന് മുന്നേ ഞാൻ ഇതേപോലെ ഒരു മുളക് തൈ ഇവിടെ വെച്ചതാണ്, പക്ഷേ അത് രക്ഷപ്പെട്ട് കിട്ടിയില്ല, അത് പട്ടുപോയി. ഇതിനെന്തായാലും നല്ലൊരു കുഴിയൊക്കെ എടുത്ത് ഇവിടെ പിന്നെ എപ്പോഴും വെള്ളം വീഴുന്ന സ്ഥലമാണ്, അതുകൊണ്ട് പെട്ടെന്നൊന്നും ഒന്നും പറ്റൂലെന്നാണ് വിശ്വാസം. അങ്ങനെ ഇനി ഇതിനെ ഇവിടെ ആക്കി വെച്ച് കൊടുക്കണം. എപ്പോഴും നമ്മൾ ഈ മുളക് തൈയൊക്കെ തറയിൽ നടണതാണ് നല്ലത്, അപ്പോഴേക്കും അത് ഒരുപാട് വേരോടിയിട്ട് നിറച്ച് കാച്ചോളും. പിന്നെ എൻ്റെ ആ ഒരു പാലുമുളകുണ്ടല്ലോ, പാൽക്കാന്താരി അല്ല വെള്ളക്കാന്താരി, അതിപ്പോൾ നിറച്ച് കായ്ക്കുന്നുണ്ട്, ആ ഒരു സന്തോഷവുമുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.